നിന്റെ വാപ്പ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചതാ അളിയന്റെ വിസയുടെ കാര്യം. എന്റെ അവസ്ഥ മുഴുവൻ ബാപ്പാക്കറിയാം. എന്നിട്ടും ഇങ്ങനെ ഒരു ഭാരം എന്റെ തലയിലേക്ക് വലിച്ചിടുമ്പോഴാ സങ്കടം. വാപ്പാക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ലടാ. അളിയനും വീട്ടുകാരും പെങ്ങളെ നിരന്തരം ശല്യം ചെയ്തിട്ടാ. അതെന്തിനാ അവര് ശല്യപ്പെടുത്തുന്നത്? 45 പവന്റെ പണ്ടോം 75,000 ഉറുപ്പിയും ഞാൻ ചോര നീരാക്കി ഇവിടുന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെന്തിനാ അവര് പെങ്ങളെ ശല്യപ്പെടുത്തുന്നത്? ആ കഥയില് കുറച്ചുകൂടി ബാക്കിയുണ്ട്. നാട്ടിൽ പോയപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. നീ പറഞ്ഞ പണ്ടത്തിന്റെയും പണത്തിന്റെയും പുറമെ വിസയും കൂടി വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാ അളിയന്റെ വീട്ടുകാർ പറയണത്. വിസ കൊടുക്കുന്നോ? ഞാനോ? നിക്ക് പറയട്ടെ. നിന്റെ വാപ്പയോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാ ബ്രോക്കർ പറ്റിച്ച കഥ അറിയുന്നത്. നിന്നോട് വിസ വാങ്ങിക്കൊടുക്കാന്ന് ബ്രോക്കർ പറഞ്ഞിട്ടത്രേ. അതുകൊണ്ടാ കല്യാണം കഴിഞ്ഞ ഉടനെ അവര് വിസ വിസ എന്നും പറഞ്ഞ് നിന്റെ വീട്ടുകാരെ ശല്യപ്പെടുത്താൻ തുടങ്ങിയത്. അപ്പൊ പിന്നെ നിന്റെ വാപ്പാക്ക് നിന്നോടല്ലാതെ പറയാൻ മറ്റാരെങ്കിലും ഉണ്ടോ? ഇതിനിടയ്ക്ക് 2 പ്രാവശ്യം നിന്റെ പെങ്ങളെ അവര് വീട്ടിൽ കൊണ്ടാക്കിയത്രേ. അത് പിന്നെ മധ്യസ്ഥന്മാരോടപെട്ട് തൽക്കാലം ഒതുക്കി. പക്ഷേ വിസ കിട്ടാതെ പൂർണ്ണമായും ഒതുങ്ങും തോന്നണില്ല. അളിയന്റെ വിചാരം എനിക്ക് ഇവിടെ ആനമുട്ടക്ക് സ്വർണം പൂശുന്ന പണിയാണ് എന്നാ. വേണ്ടിയിരുന്നില്ല ഈ ബന്ധം. ഇനി എങ്ങനെയെങ്കിലും കെട്ടിപ്പോയിഞ്ഞിട്ട് കൊണ്ടുവരാന്ന് വെച്ചാൽ തന്നെ എന്തൊലക്കമല്ല പണി അളിയനെ അറിയാം. പണിക്ക് പോകാൻ ഇത്രക്ക് മടിയാന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. നേരെ ചൊവ്വ എഴുതാനും വായിക്കാനും അറിയില്ല. എന്നാലും തൊക്കല് ഉമർ ഖയ്യാമിന്റെ കവിതയും വെച്ചിട്ടേ മൂപ്പരെ നടക്കുള്ളൂ. പിന്നെന്താ, തുണിയും കുപ്പായോ ഇസ്തിരി ഇട്ട് ഡീസന്റ് ആയിട്ട് നടക്കും. അതുകൊണ്ട് കെട്ടിച്ചു പോയതാ എന്റെ പെങ്ങളെ. ഏതായാലും അളിയന്റെ ഒരു ജ്യേഷ്ഠൻ ഗൾഫിലുണ്ടായതുകൊണ്ട് തരക്കേടില്ല. പെങ്ങള് പട്ടിണി നടക്കൂല. പക്ഷേ ജ്യേഷ്ഠന്റെ സഹായം എത്ര കാലം ഉണ്ടാവും? ആ, അതൊക്കെ പോട്ടെ. നിന്റെ വിശേഷങ്ങൾ ചോദിക്കാൻ വിട്ടു. എനിക്കൊരു വിശേഷവും പറയാനില്ല. കുട്ടിയാലാക്കന്റെ മോൻ സുബൈറല്ലേ, ഗൾഫിൽ മരിച്ച അവന്റെ അതേ അവസ്ഥ തന്നെ വീട്ടിലെനിക്ക് 2 മാസം മുഴുവൻ. പക്ഷേ അവനെ സ്നേഹിക്കാൻ ഭാര്യയെങ്കിലും ഉണ്ടായിരുന്നു. എനിക്ക് അതും ഇല്ലാതായിപ്പോയി. ഇപ്രാവശ്യം ചെന്നിട്ടും ഭാര്യക്ക് മാറ്റമൊന്നുമില്ലേ? എന്തു മാറ്റം? നിനക്കറിയോ, ഇപ്രാവശ്യത്തെ ലീവിന് ഞാൻ വീട്ടിലെത്തിയിട്ട് ഒരു ദിവസം പോലും ഭാര്യയെ സമീപിക്കാൻ സാധിക്കാതെ തിരിച്ചു പോന്നവനാ ഞാൻ എന്തിനാടാ 2 വർഷം കഴിയുമ്പോ വലിയ പെട്ടിയും താങ്ങിപ്പിടിച്ച് വളരെ പ്രതീക്ഷയോടെ നാട്ടിലേക്ക് പോകുന്നത്? എന്റെ ഉമ്മയും പെങ്ങന്മാരും ഭാര്യയും തമ്മിലുള്ള തർക്കം പരിഹരിക്കാനോ? എന്നിട്ട് 2 മാസം രാവും പകലും പരിഹാരം നിർദ്ദേശിച്ചിട്ടും ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരി എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ തോറ്റു തൊപ്പിയിട്ട് തിരിച്ചു വരാനോ? പറ, എന്തിനാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത്? ഉമ്മയും പെങ്ങന്മാരും ചില അധികാരത്തിന്റെയും അവകാശത്തിന്റെയും പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് വരും. പക്ഷെ അതൊക്കെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്ത് ഭർത്താവിന് ശക്തി നൽകേണ്ടവളല്ലേ ഭാര്യ. 2 വർഷത്തിനിടയ്ക്ക് വീണ് കിട്ടുന്ന 2 മാസത്തെ ഇടവേളയിൽ സ്നേഹവും സന്തോഷവും നൽകി ഭർത്താവിനെ തിരിച്ചയക്കേണ്ടവളല്ലേ ഭാര്യ. അല്ലാതെ മുഖം വീർപ്പിച്ചും പിണങ്ങിയും കരഞ്ഞും കുറ്റപ്പെടുത്തി നേടിയെടുക്കേണ്ടതാണോ ഭർത്താവിന്റെ സ്നേഹം? നിർത്ത്, എനിക്കിനി ഒന്നും കേൾക്കണ്ട. ശരിയാണ്, നിനക്കിതൊന്നും സഹിക്കൂല. ഉമ്മാന്റെയും ബാപ്പാന്റെയും പെങ്ങന്മാരുടെയും ഭാര്യയുടെ ഒക്കെ സ്നേഹം മാത്രം കിട്ടി ശീലിച്ചവനാണല്ലോ നീ. നിന്റെ ഭാര്യയുടെ പകുതി സൽഗുണങ്ങളെങ്കിലും എന്റെ ഭാര്യയ്ക്കുണ്ടായിരുന്നില്ലെന്ന് പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. നീ ഇനി ഒന്നും പറയണ്ട, നമുക്ക് പോകാം.